പുഷ്പ എന്നാൽ ഫ്ലവർ ആണെന്ന് കരുതിയോ? ഫയറാണ്. ഇടയ്ക്ക് പയറായി, ഇടയ്ക്ക് ചവറുമായി. താഴത്തില്ലടാ പട്ടികളെ, താഴത്തില്ലടാ. പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എന്തിനാണ് ഇത്രയും ഡ്യൂറേഷൻ വെച്ചത്? ഏകദേശം 3 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. ഉറക്കം വന്ന് പണ്ടാരടങ്ങും. പിന്നെ അണ്ണൻ്റെ വക ഒരു പുഴു ഫൈറ്റ് ഉണ്ട്. ആ പുഴുവിൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് അല്ലു അർജുൻ തന്നെയാണ്. പുഴു ഇങ്ങനെ അടിക്കുന്നുണ്ട്. ലാസ്റ്റ് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഇതിൽ കലർത്തിയിരിക്കുന്നൊരു സാധനമുണ്ട്, ഭക്തി. കൃഷ്ണനാ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസും ആ ഒരു സീക്വൻസും നല്ലതായിരുന്നു. ഒരു സമയത്ത് പക്ക സീരിയലാണ്, കണ്ണീർ കളം. സിനിമ ആസ് എ ഹോൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ഡൗൺസ്, എസ്പെഷ്യലി സ്ക്രിപ്റ്റിനകത്ത്. അങ്ങനെ പണക്കാരനാവുന്ന പുഷ്പയുടെ കുറുന്താളിപ്പാണ് ഗൈസ് സെക്കൻഡിനകത്ത് മൊത്തം. പണത്തിനൊരു വിലയുമില്ല. ഇത് നമ്മൾ ഇന്ത്യയിൽ തന്നെ അതോടെ ജീവിക്കുന്നത്. നമ്മുടെ ബൻവർ സിംഗ് ഷെഖാവത്ത് ഫഫ അത് ഗംഭീരമായിട്ട് ഫഹദ് ചെയ്ത് ഡെലിവർ ചെയ്ത് ഞെട്ടിച്ച ഒരു കഥാപാത്രം. ഈ IPS ഓഫീസറും ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് കോമാളി, ബഫൂൺ, ലാഫിംഗ് സ്റ്റോക്ക്, ഒരു ഗുഡ് ഫോർ നത്തിങ്, അതായത് തനി കോമാളി. നായകൻ മൂത്രം ഒഴിച്ചിട്ട് അതിൽ കുളിക്കേണ്ട വന്ന ഒരു മൂത്രത്തിൽ കുളിക്കേണ്ടി വന്ന ഒരു അന്യഭാഷ നടന. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു സൈഡിൽ പോലും സിനിമ വയ്ക്കാൻ കൊള്ളൂല. നമ്മളിങ്ങനെ പടം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പേരങ്ങ് എഴുതി കാണിക്കും, ഫിലിം ബൈ സുകുമാർ. പേര് സിനിമ തീർന്ന എന്നൊരൊറ്റ തോന്നലാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്രി അപരാധം.